നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് പ്ലേ സ്റ്റോറിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചർ, അധികം ആളുകൾക്കും അറിയാത്തൊരു ഫീച്ചറാണ് പ്ലേ സ്റ്റോറിനകത്ത് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. നമ്മൾ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആപ്പിനകത്ത് നമ്മൾ ആ ഒരു ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡാറ്റകൾ ക്ലിയർ ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിനെക്കുറിച്ച് കുറച്ച് മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. ഡാറ്റകൾ ക്ലിയർ ചെയ്യാതെ നമ്മുടെ ആപ്പുകൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റോറേജ് നമ്മളെ ഫോണിൽ കിടക്കുകയും നമ്മുടെ റാം കൂടി വരികയും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോറേജ് കൂടി വരികയൊക്കെ ചെയ്യും, ഫോണിൻ്റെ സ്പീഡ് കുറയുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ ഡാറ്റ ക്ലിയർ ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ വീഡിയോ ചെയ്തത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്ലേ സ്റ്റോറിനകത്തൊരു പുതിയ അപ്ഡേറ്റിൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ ഏതൊരു ആപ്പാണോ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യുന്നെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ വേണമെങ്കിലും നിങ്ങൾക്ക് ഡാറ്റ നിങ്ങളുടെ ഫോണിൽ നിന്ന് മൊത്തത്തിൽ ക്ലിയർ ചെയ്ത് കളയാനുള്ളൊരു സൗകര്യം പ്ലേ സ്റ്റോറിനകത്തുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ്. കാരണം പ്ലേ സ്റ്റോറിൽ നമുക്ക് ഇത്തരം ഫീച്ചറുകളൊക്കെ സാധാരണ പലർക്കും അറിയില്ല. അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് കാണിച്ചു തരാം. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് പ്ലേ സ്റ്റോർ നമ്മൾ ഏതെങ്കിലും ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ആപ്പ് അല്ലെങ്കിൽ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത ആപ്പാണെങ്കിലും നിങ്ങളിതുപോലെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്ത് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം ഡാറ്റ സേഫ്റ്റി എന്നുള്ള ഒരു സെറ്റിങ്സ് ഇതാ ഇവിടെ കാണാൻ സാധിക്കും. ഈ ഡാറ്റ സേഫ്റ്റി എന്നുള്ള സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് സി ഡീറ്റെയിൽസ് എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും. ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാൻ നോക്കി ഡാറ്റ ഡിലീഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ ഡിലീറ്റ് ആപ്പ് അക്കൗണ്ട് എന്ന് കാണും. ഇവിടെ താഴെ ഒരു ബ്ലൂ ലെറ്ററിൽ ഗോ ടു ഡെവലപ്പർ സൈറ്റ് എന്ന് കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ചോദിക്കും നിങ്ങൾ ഏത് അക്കൗണ്ട് ഉപയോഗിച്ചാണോ ലോഗിൻ ചെയ്തെങ്കിൽ ആ ഒരു അക്കൗണ്ട് നിങ്ങൾ ഇവിടെ ലോഗിൻ ചെയ്യാം. അതിനുശേഷം ഇതുപോലെ കാണിക്കും ഡിലീറ്റ് അക്കൗണ്ട് എന്ന് കാണും. ഇതുപോലെ ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് കാണാം ഐ വാണ്ട് ടു പെർമനൻ്റ്ലി ഡിലീറ്റ് എന്ന് കാണാൻ സാധിക്കും. ഈ ഒരു ബോക്സ് നമ്മൾ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ഭാഗത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ആപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡാറ്റയും നിങ്ങളുടെ ഫോണിനകത്ത് ഉണ്ടാകില്ല. മാത്രമല്ല നിങ്ങളുടെ ഡാറ്റ നിങ്ങളുടെ ഫോണിൽ എവിടെയെങ്കിലും നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടോ നിങ്ങളുടെ മൊബൈൽ നമ്പറോ കൊടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്താണെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. കാരണം നമ്മുടെ അക്കൗണ്ടുകൾ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ മൊബൈൽ നമ്പർ ആയാലും ഇമെയിൽ ID ആയാലും നിങ്ങളുടെ ഡാറ്റകൾ അതിലൂടെ പകർത്തി കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കും. അത് ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും പ്ലേ സ്റ്റോറിൽ ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ ചെയ്തു വെക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.